ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ചെമ്മീൻ മാങ്ങാക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കഴുകി നമുക്കൊരു ചെറിയ കുക്കറിനകത്തോട്ട് എടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് അടച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് 2 വിസിൽ വരുന്നിടം വരെ നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇത് അടിക്കുമ്പോഴത്തേനും നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ എടുക്കുക, അതിനകത്തോട്ട് ഞങ്ങളിവിടെ കാന്താരിമുളക് ഉണങ്ങിയതാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളകോ പച്ചക്കാന്താരിയോ ആഡ് ചെയ്യാം. 3 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിനകത്തോട്ട് ചേർക്കാനുള്ള മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ കുക്കർ 2 വിസിലടിച്ച് അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം. അപ്പം തുറന്ന് നോക്കുമ്പോഴത്തേനും നമ്മുടെ ചക്കക്കുരു നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ള ചെമ്മീൻ തയ്യാറാക്കാം. ചെമ്മീൻ ഓൾറെഡി ഞങ്ങൾ തലയൊക്കെ കളഞ്ഞ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സ്റ്റൗ ഓൺ ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേനും ഇതിനകത്തോട്ട് കരിയാപ്പില ആഡ് ചെയ്യുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ നമുക്കിതിനകത്തോട്ട് ചേർക്കാം. തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ചെമ്മീനും കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. ചെമ്മീൻ ക്രഷ് ചെയ്തിട്ടാണ് ഇതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ ഒന്നും കൂടെ തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് ഒന്ന് അടപ്പ് വെച്ച് 2 മിനിറ്റ് നേരത്തേന് മാങ്ങ ഒന്ന് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്ക് ഉപ്പ് നോക്കാൻ മറക്കരുത്. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളിവിടെ കടുക് പൊട്ടിക്കുന്നില്ല. ഇവിടെ ആർക്കും കടുക് പൊട്ടിക്കുന്ന ചക്കക്കുരു മാങ്ങയിൽ കടുക് പൊട്ടിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. അപ്പം നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മാങ്ങ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. Bye-bye.